ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ്. ഈ അടയാളങ്ങളുള്ളവർ നിങ്ങളോട് ആത്മാർത്ഥ സ്നേഹമുള്ളവരായിരിക്കും. അവരുടെ മനസ്സിൽ എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളുണ്ടായിരിക്കും. അതുപോലെ അവർ എപ്പോഴും നിങ്ങളുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇനി അഥവാ അവർക്കതിന് സാധിച്ചില്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴെങ്കിലും അവർ നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കും. അവർ ഒരു ഫോൺ കോൾ വഴിയോ മെസ്സേജ് വഴിയോ ഏത് വിധേനയും നിങ്ങളുമായി കണക്ട് ചെയ്തിരിക്കും. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവർക്ക് ഒരു മനസമാധാനവും ഉണ്ടാകില്ല. ഏത് രീതിയിലെങ്കിലും അവർ അവരെക്കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ളവർ യഥാർത്ഥ സ്നേഹമുള്ളവരാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത്തരക്കാർ ഒരാഴ്ചയിലെങ്കിലും നമ്മളുമായി ബന്ധപ്പെട്ടിരിക്കും. ഒരു ഹായ് എങ്കിലും അവരുടേത് നിങ്ങളുടെ ഫോണിൽ വന്നിരിക്കും. ഇത് തീർച്ചയാണ്. ഇത് യഥാർത്ഥ സ്നേഹം ഉള്ളിലുള്ളവരുടെ ഒരു ലക്ഷണമാണ്. അവർക്ക് ഇതിന് കഴിയൂ. ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞാലും നമ്മളുമായി യാതൊരു ബന്ധവുമില്ലാതെ ഇരിക്കുന്നവർ, ഒരു പ്രതികരണവുമില്ലാത്തവർ, ഇത്തരക്കാർ നമ്മളുമായി അത്ര സ്നേഹബന്ധത്തിലല്ലെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നിങ്ങളുമായി യഥാർത്ഥ സ്നേഹമുള്ളവർ നിങ്ങളെ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവർ പറയാതെ പറയുന്നത് എന്നെ ഓർക്കുക എന്നാണ്. നിങ്ങളെ പറയാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണത്. സമയം കിട്ടുമ്പോഴൊക്കെ അവർ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. എന്നെ ഓർക്കണം, മറക്കരുത് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഇതൊക്കെ ആത്മാർത്ഥ സ്നേഹമുള്ളവർക്ക് ചെയ്യാൻ കഴിയൂ. മാസങ്ങളോളം ഒരു ബന്ധവുമില്ലാത്തവരെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ മടിയുള്ളവരെ നിങ്ങൾ ആത്മാർത്ഥ സ്നേഹമുള്ളവരായി പരിഗണിക്കേണ്ട ആവശ്യമില്ല. അവർ നിങ്ങളിൽ നിന്നും ഒരുപാട് അകലെയാണ്. അതായത് മനസ്സുകൊണ്ട് അവർ നിങ്ങളിൽ നിന്നും ഒരുപാട് അകന്നിരിക്കുകയാണ്. ചിലപ്പോൾ അവരുടെ സ്നേഹം വളരെ കുറഞ്ഞ് കാലക്രമേണ അവർ നിങ്ങളിൽ നിന്നും അകന്നിരിക്കും. ഇതൊക്കെ നിങ്ങൾ എപ്പോഴും ഓർക്കണം. ഇനി നിങ്ങളോട് യഥാർത്ഥ സ്നേഹമുള്ളവർ ചിലപ്പോൾ ഒരുപാട് ആവലാതികൾ നിങ്ങളോട് പറഞ്ഞെന്നിരിക്കും. അത് നിങ്ങൾ അവരുടേതാണെന്ന അവരുടെ തോന്നൽ കൊണ്ടാണ് അവർ ഇങ്ങനെയൊക്കെ പരിഭവങ്ങൾ പറയുന്നത്. യഥാർത്ഥ സ്നേഹമില്ലാത്തവർ ചിലപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്തെന്ന് വരില്ല. അവർ പകുതി കാര്യങ്ങൾ മറച്ചുവെച്ചായിരിക്കും നിങ്ങളോട് പെരുമാറുന്നത്. ഇത് നിങ്ങൾ കരുതിയിരിക്കണം. എന്നാൽ ആത്മാർത്ഥമായി നിങ്ങളെ സ്നേഹിക്കുന്നവർ എത്ര ദേഷ്യം വന്നാലും എന്തൊക്കെയാണെങ്കിലും അവർ നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കില്ല. ഇനി അങ്ങനെയുണ്ടായാൽ തന്നെ അവർ വേഗം നിങ്ങളോട് ക്ഷമ ചോദിക്കും. അവർക്ക് നിങ്ങളുടെ ഹൃദയത്തെ വേദനിപ്പിക്കാൻ കഴിയില്ല. അവർ കൂടെ നിന്ന് നിങ്ങളുടെ ദുഃഖങ്ങളിൽ ആശ്വസിപ്പിക്കും. അവർ പരമാവധി നിങ്ങളെ അവരിലേക്ക് അടുപ്പിക്കും. ഇത് മനസ്സിൽ ആത്മാർത്ഥ സ്നേഹമുള്ളവരുടെ ഒരു ദൗർബല്യമാണ്. യഥാർത്ഥ സ്നേഹമുള്ളവർക്ക് കൂടുതൽ സമയം നിങ്ങളോട് പിണങ്ങിയിരിക്കാൻ കഴിയില്ല. ഇനി ഏതെങ്കിലും രീതിയിൽ പിണങ്ങിയാൽ തന്നെ അവർ വേഗം തന്നെ നിങ്ങളുമായി ഇണങ്ങാൻ ശ്രമിക്കും. അവർക്ക് കൂടുതൽ സമയം പിണങ്ങിയിരിക്കാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ അവർക്ക് നിങ്ങളോട് പിണക്കം ഉണ്ടായിരിക്കില്ല. അത് അവരുടെ ഒരു പരിഭവം മാത്രമായിരിക്കും. ഇനി നിങ്ങൾ പിണങ്ങിയാൽ അവർ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ വരും. നിങ്ങൾക്ക് എന്തെങ്കിലും സങ്കടങ്ങൾ ഉണ്ടായാൽ അവർ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇടയ്ക്ക് നിങ്ങളെ അന്വേഷിച്ചു കൊണ്ടിരിക്കും. അത് അവരുടെ ഒരു മനസ്സിന്റെ മേന്മയാണ്. നമുക്കൊരാളോട് സ്നേഹമുണ്ടാകുമ്പോൾ അയാളുമായി ബന്ധപ്പെടാൻ മനസ്സ് നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണിത്. അതാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്. എന്നാൽ മനസ്സിൽ സ്നേഹം തോന്നാത്തവർക്ക്, സ്നേഹം നടിക്കുന്നവർക്ക്, അവരുടെ കാര്യലാഭത്തിനു വേണ്ടി, അവരുടെ ആശ്വാസത്തിനു വേണ്ടി നടക്കുന്നവർ, അവരുടെ ആവശ്യം കഴിഞ്ഞാൽ അവർ വേറെ മേച്ചിൽപ്പുറം തേടിപ്പോകും. പിന്നീട് ഇവരുമായി യാതൊരു ബന്ധവും ഉണ്ടായിരിക്കില്ല. കാരണം അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ഈ വ്യക്തിയോട് തീരെ സ്നേഹമില്ല. ഇതാണ് കാരണം. പക്ഷെ അവർ ഈ ചെയ്യുന്നത് അവർക്ക് തിരിച്ചു കിട്ടും. അവർ വേറൊരാളുമായി ബന്ധപ്പെട്ടാൽ അയാളിൽ നിന്ന് അത് തന്നെയായിരിക്കും അവർക്കും ലഭിക്കുക. ആത്മാർത്ഥ സ്നേഹം അവർക്ക് ഒരിക്കലും ഇവരിൽ നിന്നും കിട്ടില്ല. ഇതൊരു സത്യമാണ്. ഇനി നിങ്ങൾക്ക് യഥാർത്ഥ സ്നേഹം കിട്ടണമെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായി അങ്ങോട്ടും സ്നേഹിക്കുക. മറ്റുള്ളവരെ സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും അവരുടെ ദുഃഖങ്ങളിൽ കൂടെ നിന്ന് ആശ്വസിപ്പിക്കാനുമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് നിങ്ങൾക്കും തിരിച്ചു ലഭിക്കുന്നതായി കാണാം. ഈ കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ഓർക്കുക.
ഒരാളെ നിങ്ങൾ സ്നേഹിക്കുമ്പോൾ ആ വ്യക്തിക്ക് ചില കുറ്റങ്ങളും കുറവുകളും ഉണ്ടായിരിക്കും. അതൊക്കെ മനസ്സിലാക്കി സ്നേഹിക്കാൻ പറ്റുമെങ്കിൽ മാത്രം സ്നേഹിക്കുക. അല്ലെങ്കിൽ ഇതിൽ നിന്നും പിന്മാറുന്നതാണ് നല്ലത്. പലർക്കും പല രീതിയിലുള്ള കുറവുകളും ഉണ്ടാകും. ഇത് മനസ്സിലാക്കി കൂടെ നിൽക്കാൻ കഴിയുമെങ്കിൽ മാത്രം സ്നേഹിക്കുക. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക് ആരിൽ നിന്നും സ്നേഹം കിട്ടില്ല. നിങ്ങൾ ചെയ്യുന്നതെന്തോ അത് തന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അവരെ നിങ്ങൾ ഒഴിവാക്കുമ്പോൾ മറ്റുള്ളവരും നിങ്ങളെ ഒഴിവാക്കും. നിങ്ങൾക്ക് വിജയിക്കാൻ പ്രയാസമായിരിക്കും. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളോട് യഥാർത്ഥ സ്നേഹമുള്ളവർ അവരുടെ മനസ്സിൽ സ്നേഹത്തിന്റെ ഉയർച്ചയും താഴ്ചയും ഉണ്ടാവുമ്പോൾ അവർ നിങ്ങളിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായി തോന്നിയേക്കാം. നിങ്ങൾ ഓർക്കുക, അവർക്ക് നിങ്ങളോട് സ്നേഹക്കൂടുതൽ ഉള്ളതുകൊണ്ടാണ് അവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അല്ലാതെ അവർക്ക് വേറെ ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ടല്ല. അതാണ് അവരുടെ മനസ്സ്. ഇതുപോലെ നിങ്ങളിലേക്ക് അടുത്തു വരുന്നവരാണ് നിങ്ങളുടെ ഹൃദയം കവർന്നവർ. നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുമാണവർ. ഇത്തരക്കാർ നിങ്ങളുടെ കൂടെയുള്ളപ്പോൾ നിങ്ങളുടെ മനസ്സിന് ശാന്തതയും സന്തോഷവും അനുഭവപ്പെടും. നിങ്ങളെ സ്നേഹിക്കാൻ ഒരാളുണ്ടെന്ന തോന്നൽ നിങ്ങളുടെ മനസ്സിനുണ്ടാകും. ഇവരെ നിങ്ങളും അതുപോലെ തിരിച്ച് സ്നേഹിക്കുക. അല്ലെങ്കിൽ അത് വലിയ നഷ്ടമായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.